കാക്കാതുരുത്തിയിലെ വയലിൽ ഇത്തവണ നടന്നത് വ്യത്യസ്തമായൊരു ഞാറുനടലാണ്. ഞാറുനടാൻ ഇറങ്ങിയതാകട്ടെ കൃഷ്ണമേനോൻ വുമൻസ് കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ. മഴ നനഞ്ഞും മണ്ണിനെ തൊട്ടറിഞ്ഞും ഞാറുനടലങ്ങ് ആഘോഷമാക്കി. പോയ കാലത്തിന്റെ അനുഭവം പകരാൻ നാട്ടുകാർ കഞ്ഞിയും പുഴുക്കുമായി പാടവരമ്പിലെത്തി. മരിമഴകൾ പൊഴിഞ്ചേ ചെറുവയലുകളൊക്കെ നനഞ്ചേ കൂട്ടിയൊരുക്കി പറഞ്ചേ ചെറുനാറുകളൊക്കെ എറിഞ്ചേ തന്തനന തന്താനേ തന്തനന തന്താനേ തന്തനന തന്താനേ തന്തനന തന്താനേ. കൃഷിയും ഞാറുനടലൊക്കെ ഗൃഹാതുരത്വം മറയുന്ന ഒരു കാലത്ത് ഇവിടുത്തെ വയലിൽ ഒരു ഗംഭീര ഞാറുനടൽ നടക്കുവാണ്. കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ NSS വിദ്യാർത്ഥികളാണ് ഈ വയലിൽ ഞാറ് നട്ടുകൊണ്ടിരിക്കുന്നത്. ഞാറുനടലും നാട്ടിപ്പാട്ടുമൊക്കെയായി ചേറിലിറങ്ങിയപ്പോൾ പുത്തൻ അനുഭവം നുകർന്ന് വിദ്യാർത്ഥികളും ആവേശത്തിമർപ്പിലായി. ആദ്യമായിട്ടാണ് നമ്മൾ വയലിൽ ചെല്ലിലിറങ്ങുന്നത്. പിന്നെ ഇവിടെ വന്ന് ചെയ്യാൻ തുടങ്ങിയാലും തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ, നമുക്ക് ആ ഇൻട്രസ്റ്റ് കൂടി. ടച്ച് സ്ക്രീനിലകത്തേക്ക് മാത്രം ഒതുങ്ങി പോവുക എന്നതിനപ്പുറത്തേക്ക് പ്രകൃതിയെ അറിയുക, പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മഴയത്ത് സത്യം പറഞ്ഞ ഞാറുമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചാലും തോന്നിപ്പോകും, അതുപോലെയായിരുന്നു. വിദ്യാർത്ഥികൾ നേരനുഭവത്തിൽ മണ്ണിനെ തൊട്ടറിയുന്നതിനായി ഞാറുനടൽ ആഘോഷമാക്കാൻ അധ്യാപകർ തന്നെ മുന്നിട്ടിറങ്ങി. നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഇവരൊക്കെ പ്രായപൂർത്തിയായ കുട്ടികളാണ്. അവർക്ക് പ്രായോഗിക തലത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ്. എന്തായാലും ഇന്നലകളിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ വ്യക്തികളെ ഓർക്കുകയും അതുപോലെ ഒരു തലമുറ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ചെയ്യുക എന്നതാണ് ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. പുതിയ കാലത്ത് 4 വർഷ ഡിഗ്രി വരെയാണ്. ആ ഒരു കാലത്ത് ഒരുപാട് പ്രായോഗിക തലങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഒരു മണ്ണിലിറങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെ ഊർജ്ജം കാണാനുണ്ട്. പോയ കാലത്തിന്റെ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനെത്തിയവരും ഞാറുനടലും ഞാറ്റിപ്പാട്ടുമൊക്കെയായി കൂടെ കൂടി. ഇങ്ങനെ കുട്ടികൾ ഇന്നും ഇറങ്ങണം. പഠിപ്പൽ മാത്രം പോരല്ല, ഇതും ജോലി ചെയ്യണ്ടേ. നമുക്ക് വയലിൽ പോകണമെങ്കിൽ കൃഷി ചെയ്യണ്ടേ. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപ്പഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ കുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.